ഇപ്പൊ ആക്ച്വലി ചേട്ടന്റെ ഒരു കരിയർ ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത് മൂന്നാമത്തെ പടമാണ്. അതെ ലൈക് വിദ്യാജി എന്ന് പറയുന്നത് ലൈക്ക് ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ എന്താ പറയാ നിന്ന് പുള്ളി ഒരു എംപയർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അതെ അതെ ലെജൻഡ് ആണ്. അതെ സോ ചേട്ടൻ അപ്രോച്ച് ചെയ്ത സമയത്ത് ലൈക്ക് എന്താ പറയാ വളരെ എന്താ പറയാ നമ്മൾക്കൊരു ഒരു റാപ്പ് വിഷയം ഒന്നും ഇപ്പൊ ആക്ച്വലി ചേട്ടന്റെ ഒരു കരിയർ ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത് മൂന്നാമത്തെ പടമാണ്. അതെ ലൈക് വിദ്യാജി എന്ന് പറയുന്നത് ലൈക്ക് ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ എന്താ പറയാ നിന്ന് പുള്ളി ഒരു എംപയർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അതെ അതെ ലെജൻഡ് ആണ്. അതെ സോ ചേട്ടൻ അപ്രോച്ച് ചെയ്ത സമയത്ത് ലൈക്ക് എന്താ പറയാ വളരെ എന്താ പറയാ നമ്മൾക്കൊരു ഒരു റാപ്പ് വിഷയം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഞാൻ കഴിഞ്ഞ പടത്തില് സിനിമാറ്റോഗ്രാഫറായിട്ട് മലയാളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ട് റെഡി Okay. മധു ഭട്ട് സാർ. അതെ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 72 വയസ്സായി 71 വയസ്സായി. ഉം. പക്ഷെ നമ്മളൊന്ന് സംസാരിച്ച് ഇവരുമായിട്ടുള്ള ഒരു പേഴ്സണൽ റാപ്പ് ബിൽഡ് ചെയ്യുന്ന ആ മൊമെന്റ് മുതൽ അവര് ടീം പ്ലെയർ ആണ് ബേസിക്കലി. നമ്മളൊരാളാണ് അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഈ വിദ്യാജി എന്ന് പറഞ്ഞ ആള് നമ്മുടെ മൂവിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സോങ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെറിഷ് ചെയ്യുന്ന ഇതൊരു മ്യൂസിക്കലും കൂടെ ഞാൻ പറഞ്ഞല്ലോ, കൊക്കേഴ്സിനൊരു ശൈലി, കൊക്കേഴ്സിന്റെ സിനിമകളിൽ മ്യൂസിക്കലും കൂടെ ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് പാട്ടുകളെല്ലാം വളരെ വലിയ ഹിറ്റാണ്. അതെ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പൊ ഗംഭീരമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ വേണം സിനിമയില് എന്നുള്ളൊരു തീരുമാനം. അതിലിപ്പോ നമുക്കിപ്പോ ഒരെണ്ണം റിലീസ് ആയിട്ടുണ്ട്. പിന്നെ സിയാദ് കോക്കർ, സിയാദിക്ക എന്ന് പറയുന്ന വ്യക്തി, സിയാദിക്ക ഭയങ്കര മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം മ്യൂസിക് വളരെ ആസ്വദിക്കുന്ന ആളാണ്. ഡെയിലി രാവിലെ കുറെ നേരം ഇരുന്ന് സ്വസ്ഥമായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്. അത് പലതും വിദ്യാജിയുടെ പാട്ടുകൾ തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് സിയാദിക്കയുടെ തന്നെ ഒരു സജഷൻ ആയിരുന്നു, വിദ്യാജി ഇന്നാവുകയാണെങ്കിൽ നമുക്ക് വിദ്യാജിയുടെ ആ രീതിയിലുള്ള ഒരു കമ്പോസിങ് സെഷൻ തന്നെ വെക്കാം. ഞങ്ങളൊരു 3-4 ദിവസം ഞാന്, സിയാദിക്ക, വിദ്യാജി, ഷർമീൻ, റൈറ്റർ പ്രമോദ്, ലിറിസിസ്റ്റ് വിനായകൻ, നമ്മൾ 4 പേരും ഏതാണ്ട് ഒരു 4 ദിവസം ഒരുമിച്ചിരുന്ന് പല ഡിസ്കഷൻസ് ആണല്ലോ ഇതിനിടയ്ക്ക്. അപ്പൊ അതിനിടയ്ക്ക് പാട്ടുകൾ ഇവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് വിദ്യാജിക്ക് യൂഷ്വലി ഒരു ശൈലിയുണ്ട്, പുള്ളിയുടെ പാട്ടിൽ കൂടി തന്നെ ആ സിനിമയുടെ കഥയും കൂടി പുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാറുണ്ട് പലപ്പോഴും. സോ അത്തരം സോങ്ങുകൾ ഇനിയും നമുക്ക് വരാനുണ്ടോ? ഉണ്ട്. ഒരു സോങ്ങും അനാവശ്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. പാട്ടുകൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പാട്ടുകൾ സിനിമയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്തെങ്കിലും ഒരു കോണ്ടന്റ് പറയാൻ വേണ്ടി. മൗനസുന്ദരി പോലും അതൊരു കൊറിയോഗ്രാഫ്ഡ് സോങ് ആണ്, ലിപ്സിംഗ് ഉള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞാലും അത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകമാണ്, എലിമെന്റ് ആണ്. ചില ഷോട്ടുകൾ നമ്മൾ റിലീസ് ചെയ്ത ഷോട്ടുകളല്ല സിനിമയിൽ യൂസ് ചെയ്തേക്കുന്നത് ആ പാട്ടിനെ. അത് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ് എന്ന് കരുതി ഞാൻ ഇതിനകത്ത് ഈ പ്രോജക്റ്റിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു ശീലിച്ച ഒരു കൊറിയോഗ്രാഫ്ഡ് സോങ്ങുകളില്ലേ, പ്രസന്ന മാസ്റ്ററാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പം ആ ഒരു ശൈലിയിലുള്ള പാട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഓക്കെ. ഞാനിപ്പോ ഈ ടീസർ കണ്ടപ്പോ നമ്മൾ സിനിമ നോക്കും, തീർച്ചയായിട്ടും ടീസറാണ്, നമ്മൾ സിനിമ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, ഈ സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സെറ്റിലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ഫൺ ഫിൽ സെറ്റും ഭയങ്കര ആ ഒരു രീതിയിലായിരുന്നു. It's not the best. It is the right people that make the best film, അറിയുമല്ലോ. It's not the best people that make the right film. തിരിച്ചല്ല. അതെ. അപ്പോ നമ്മൾ റൈറ്റ് സെറ്റ് ഓഫ് ആൾക്കാരായിരുന്നു ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. പിന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണ്ടേ? സെറ്റിലും ടെൻഷൻ ഉണ്ടാവില്ല. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണോ ചെയ്യേണ്ടത് അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മെറ്റിക്കുലസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ദേഷ്യപ്പെടാറുണ്ടോ ആക്ടേഴ്സ്? ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷൻസിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത് റൈറ്റ് ആയിട്ടുള്ളൊരു ആക്ടേഴ്സിന്റെ അടുത്ത് മാത്രമല്ല ടെക്നീഷ്യൻസിന്റെ അടുത്താണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ടെമ്പർ തെറ്റും. പക്ഷെ അതൊരു എന്താ പറയുന്നത്, അത് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പ്രോസസ്. അതല്ലാതെ നമ്മൾ ഈഗോ പ്രോബ്ലംസ് ഒന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലൊരു സിനിമ ഉണ്ടാക്കാനാണ്.
എനിക്ക് ടീസർ കണ്ടപ്പോ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ആക്ടേഴ്സ് പറഞ്ഞു, വിദ്യാജി, കുറെ സെക്ടേഴ്സ് നമ്മൾ കവർ ചെയ്ത് പോയപ്പോഴും ഒരു സെക്ടർ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആർട്ട് വർക്ക് ആണ്. അതായത് മേ ബി പോസിബിളി ഒരു കളേഴ്സ് എപ്പോഴും നിലനിർത്താൻ ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ലൂക്ക മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കളറ്, പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്താണ്. ഇപ്പൊ ഈ രണ്ട് സിനിമയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ ഒരു സോങ്ങിൽ തന്നെ നോക്കുമ്പോഴും അവർ കളേഴ്സ് ആയിട്ട് മാക്സിമം സിങ്കപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫ്രെയിമിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളാണെങ്കിലും കുറച്ചുകൂടി നമുക്ക് കളർഫുൾ ആണ്, അട്രാക്റ്റീവ് ആണ്. സോ ചേട്ടന്റെ ഉള്ളില്, അതായത് മുമ്പ് പണ്ടെപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കളേഴ്സിനോട് ഇഷ്ടം അല്ലെങ്കിൽ വരയ്ക്കാൻ എന്തെങ്കിലും ഒരു ടാലന്റ് പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചേട്ടന് ഒരു ടേസ്റ്റ് കിടക്കുന്നുണ്ടോ കളേഴ്സ്? ഞാൻ വരയ്ക്കും കുട്ടിക്കാലം പോലെ. ഓക്കെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഓക്കെ ഇപ്പോഴും വരയ്ക്കാറുണ്ട്. കൊറോണ സമയത്ത് ഓരോ ദിവസം ഒരു പടം വെച്ച് വരച്ചിരുന്നു. ഓക്കെ. പക്ഷെ അതൊന്നുമല്ല മെയിൻ ആസ്പെക്ട്. നമ്മുടെ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മുടെ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോൺ നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പം ലൂക്ക ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളർ പാറ്റേൺ വേണ്ടി വന്നു, ഒരു അറ്റ്മോസ്ഫിയർ വേണ്ടി വന്നു. അതെ. അപ്പൊ അതുകൊണ്ടാണ് ലൂക്ക ഒരു ആർട്ടിസ്റ്റ് ആണ് അതെ അതെ സിനിമയില്. അപ്പൊ ലൂക്ക ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതെ. എൻറ്റയർ ആർട്ട് ചെയ്തേക്കുന്നത് സ്ക്രാപ്പ് വെച്ചാണ്. വേറെ മാരിവിലിൻ ഗോപുരങ്ങൾക്ക് എക്സാക്ട്ലി ലൂക്കയുടെ ടോൺ അല്ല, സ്ലൈറ്റ്ലി കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു ടോൺ ഉണ്ട്. ബട്ട് ഈ ആർട്ടിസ്റ്റിക് ഷെയ്ഡ് വരുന്നുണ്ട്. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളർ പാറ്റേൺ, കളർ ടോൺ, ഒരു ടെക്സ്ചർ. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് മിണ്ടിയും പറയുന്നത്. അതെ, ഞാൻ അതിന്റെ സോങ് കണ്ടപ്പോഴും ഞാൻ ഈ സോങ് ശ്രദ്ധിച്ചു. വീണ്ടും ഞാനൊന്ന് ജസ്റ്റ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ വീണ്ടും വായിച്ചു, അരുൺ ബോസ് തന്നെ അല്ലേ എന്നുള്ള. കാരണം രണ്ടിലും നമ്മൾ കളേഴ്സ് ഫേവർ ചെയ്തുള്ള മൂവീസ് വന്നപ്പോൾ മിണ്ടിയും പറഞ്ഞും കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഈവൻ ഫ്രെയിമിംഗ് പോലും നമുക്ക് ഡിഫറൻസ് തോന്നിയായിരുന്നു. മിണ്ടിയും പറഞ്ഞ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ്, എന്നാൽ അത് ഒരു പോപ്പുലർ സിനിമയുടെ സ്വഭാവത്തിൽ തന്നെയാണ്. സോ ഡസ് ഇറ്റ് കം അണ്ടർ ഒരു കൊമേഴ്ഷ്യൽ പാറ്റേണിൽ വരുമോ അതോ ഒരു ആർട്ട് മൂവി കാറ്റഗറിയിലേക്ക് വരുമോ? ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ആൾക്കാർ വന്ന് കാണുന്ന തിയേറ്ററിൽ കൊമേഴ്ഷ്യൽ സിനിമകളുടെ വക്താവാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, രണ്ടും ഞാൻ എല്ലാത്തരം സിനിമകളും കാണും, എല്ലാ ജോണേഴ്സും കാണാറുണ്ട്. വാട്ട് ഡു യു പ്രിഫർ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മളിതിനെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത് ആർട്ട് സിനിമ, ഇന്ന കൊമേഴ്ഷ്യൽ സിനിമ. ഓക്കെ. ഒരു ആർട്ട് ഹൗസ് സിനിമകൾ കൊമേഴ്ഷ്യൽ ആകാതിരിക്കുകയൊന്നുമില്ല. സ്വയംവരമൊക്കെ നന്നായിട്ട് ഓടിയ അടൂരിന്റെ വിധേയനാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഇപ്പം സത്യത്രയുടെ പതേർ പാഞ്ചാലി ആണെങ്കിലും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഇതൊന്നും ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. സിനിമകൾ എന്താണ് നമ്മുടെ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഏത് സിനിമയ്ക്ക് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസിലേക്ക് എത്താനായിട്ട് എന്താണ് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്, ആ രീതിയിൽ നമ്മൾ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്യൂർലി ഒരു അക്കാഡമിക് ലെവലിൽ സിനിസിറ്റീസിന് മാത്രമായിട്ടൊരു സിനിമ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും. ഇപ്പോ ചേട്ടൻ സ്ക്രിപ്റ്റുകളെ പറ്റി ഇപ്പോ കുറച്ചു മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഓരോ സിനിമക്കും ഓരോ എന്താ പറയുക സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ഇതാണ്. ഇപ്പോ ചേട്ടന്റെ തന്നെ ഒരു കരിയർ ഗ്രാഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ യു ഡിഡ് ആഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ വന്നിട്ടുണ്ട്, പിന്നീട് IT ഫീൽഡിലേക്ക് വന്നു, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു. അതായത് ഭയങ്കര ചേട്ടന്റെ ലൈഫ് അല്ലെങ്കിൽ കരിയർ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു കളേഴ്സിന് എന്തോരം വൈബ്രൻസി ഉണ്ടോ അതേ വൈബ്രൻസിയിലാണ് നിങ്ങളുടെ ലൈഫും, ചേട്ടന്റെ ലൈഫും പോയിരിക്കുന്നത്. സോ ഹൗ ഡു യു കൺസീവ് എ സ്റ്റോറി? അതായത് ചേട്ടൻ ഓൾറെഡി ലൈഫിലുള്ള എക്സ്പീരിയൻസുകളാണോ സിനിമയാക്കുന്നത്, അതോ ലൈക്ക് യു സിറ്റ് അലോൺ സംവെയർ, അല്ലെങ്കിൽ ചേട്ടൻ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ചെയ്യുന്ന ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ബേബി ഉണ്ടാവുന്നതാണോ? ഏത് തോട്ടും നമ്മുടെ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് ഉണ്ടാവുക. ഓക്കെ. അത് ഏത് തരം സിനിമയാണെങ്കിലും, എന്ത് ജോണറിലുള്ള സിനിമയാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും അതിന്റെ എവല്യൂഷൻ. ഇപ്പൊ മിണ്ടിയും പറഞ്ഞും എന്നെ ഇൻസ്പയർ ചെയ്തത് തിരക്കഥയല്ല, ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയുടെ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ ആണ്. അത് മുന്നേയും വന്നിട്ടുണ്ട്, എക്സ്പാൻഷൻ ആണ്. അതെ, നമ്മൾ അതിന്റെ ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഹീറോയിൻ. ഓക്കെ. ഈവൻ ഇതില് ചേട്ടന്റെ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപ്പോസൽ സീൻസ് എന്താ പറയുക കുറെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ലൂക്ക നിഹാരിക
അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മള് റോണി മീനാക്ഷിനെ പ്രപ്പോസ് ചെയ്യുന്നതെല്ലാം അത് വളരെ കാഷ്വൽ ആയിട്ട് കാര്യം അങ്ങ് പറയുക. അതിനുവേണ്ടി ഒരു എഫേർട്ടോ കാര്യങ്ങളോ അങ്ങനെയില്ല. റിയൽ ലൈഫിൽ അങ്ങനെയല്ലേ, നമ്മളത് ഒരാളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒത്തിരി ആലോചിച്ചിട്ടൊക്കെയാണോ? ഓക്കെ, എത്ര പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർ ഞാൻ പലരെയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു പോസിറ്റീവ് ആൻസർ കിട്ടിയിട്ടില്ല. ഓക്കെ. ആക്ച്വലി എന്റെ ലൈഫിൽ എന്റെ ഭാര്യ തന്നെയാണ് എന്റെ ഒരു ആദ്യത്തെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത ആള്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയില്ല. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ അപ്പുറം ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം എടുക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടെ ഏതെങ്കിലും യാത്രകളിലോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകിട്ടിയ വ്യക്തികളോ ഇതൊക്കെയായിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇവനൊരു ഒബ്ജക്റ്റിന് നമ്മളെ ഇൻസ്പയർ ചെയ്യാം ഒരു കഥയിലേക്ക് എത്തിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ലൂക്ക ഇവോൾവ് ചെയ്യുന്നത് റോഡ് സൈഡിൽ കണ്ട ഒരു ആക്രിക്കടയിൽ കണ്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം പലരുടെയും കൈമറിഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകത്തിന് മിസ്റ്ററി ഉണ്ടെങ്കിൽ എന്തായാലും വെറുതെ ചിന്തിച്ചു തുടങ്ങിയ ഒരു തോട്ടിൽ നിന്നാണ് ലൂക്ക എന്നൊരു സിനിമ ഉണ്ടായത്. അറിയാലോ, ലൂക്കയിലെ ഒരു ഡയറി പോയിസൺ ആണ്. അതൊരു ആക്രിക്കടയിൽ കണ്ട ഒരു പുസ്തകത്തിന് ഇങ്ങനെ ഒരു കഥ ഉണ്ടായാൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ഒരു തോട്ടായിരുന്നു. വേറെ ഒരു കഥയുടെ അഡാപ്റ്റേഷൻ ആണ് മാരിവില്യൻ ഗോപുരങ്ങൾ. സത്യത്തിൽ ഞാൻ ഒരു ഫിലിം അവാർഡ് ഫംഗ്ഷന് സ്റ്റേജിൽ കണ്ട 2 ആക്ടേഴ്സ് എന്നെ കണ്ടപ്പോൾ ഇവര് 2 ബ്രദേഴ്സിനെ പോലെ തോന്നി. അപ്പൊ ഒരു അർബൻ ഡ്രാമ വിത്ത് 2 ബ്രദേഴ്സ് എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇമ്മീഡിയറ്റ്ലി, ഞാൻ ആക്ടേഴ്സ് ആരാണെന്ന് പറയുന്നില്ല, ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഞാൻ കണ്ട 2 ആക്ടേഴ്സ് അവരെ കാണുമ്പോൾ ഒരു അർബൻ ബ്രദേഴ്സിനെ പോലെ തോന്നി. ആ ബ്രദേഴ്സിനെ വെച്ച് അതിൽ നിന്ന് ഉണ്ടായിരുന്ന തോട്ടാണ് കല്യാണം കഴിഞ്ഞു കുട്ടി വേണ്ട, കല്യാണം കഴിഞ്ഞില്ല എന്ന കുട്ടി വേണം. ഈ ഒരു തോട്ട് പ്രോസസ് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നോർമൽ തോട്ട് പ്രോസസ് ആണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ബട്ട് ഈ രീതിയിലുള്ള ആരെങ്കിലും നേരിട്ട് പരിചയമുണ്ടോ? ആരെയാണ് നമ്മൾ ഈ തോട്ട് ഫസ്റ്റ് ടൈം വന്നപ്പോ, ഐ മീൻ നമ്മുടെ ഞാൻ പല മെട്രോസിലാണ് ജീവിച്ചിട്ടുള്ളത്, ചെന്നൈയിലും കൊച്ചിയിലും ബോംബെയിലൊക്കെ ആയിട്ട്. അപ്പോൾ അർബൻ കപ്പിൾസിനൊക്കെ ഒരു സ്വഭാവമുണ്ട്. അർബൻ കപ്പിൾസിന് വളരെ ഈസി ആയിട്ട് കണക്ട് ആവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം നമ്മൾ സെറ്റിൽ ആയിട്ടില്ല, നമുക്കൊരു കുട്ടി. അർബൻ കപ്പിൾസ് മാത്രം ഞാൻ പറയുന്നില്ല, ഈവൻ റൂറൽ സ്കേപ്പിലാണെങ്കിൽ കൂടി കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടി ആവാറായിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ആയിട്ടൊരു കുഞ്ഞാവാം എന്ന് ചിന്തിക്കുന്ന വൈഡ് മെജോറിറ്റിയാണ് ഉള്ളത്. എസ്പെഷ്യലി ഇന്നത്തെ മൈക്രോ ഫാമിലികളിലും ഒക്കെ മെജോറിറ്റി ഓഫ് ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു അർബൻ കപ്പിളിന്റെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. ഇത് കണക്ട് ആകുമോ എന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം ഈ തോട്ട് വന്നപ്പോ ഇതിന്റെ ഒരു ബേസ് ഐഡിയ ആയിട്ട് ഞാൻ നമ്മുടെ തിരക്കഥ എഴുതിയ പ്രമോദിനെ മീറ്റ് ചെയ്തു, പ്രമോദ് ഡിസ്കസ് ചെയ്തു, വേറെ 1-2 സുഹൃത്തുക്കളോട്. ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരേ കാര്യമാണ് ഇത്. സത്യം പറയാം, എല്ലാ അർബൻ കപ്പിൾസും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു കണക്ട് ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്തു പെട്ടെന്ന് ആൾക്കാർക്ക്. ഇപ്പോ ഇതിൽ തന്നെ ഈ ഒരു 2 കപ്പിൾസ് ഇവര് തമ്മിൽ വരുന്ന ക്വാറൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി എന്താ പറയുക, ഇതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹെൽത്തി കോമിക് ഫൈറ്റും കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ മൂവിയില്? സിനിമയിലുള്ള കണ്ടന്റിനെ പറ്റി ഞാൻ അധികം റിവീൽ ചെയ്യുന്നില്ല, കാരണം ഇതൊരു പാക്കേജാണ്, വെരി വെൽ ഡൺ പാക്കേജ് ആയിട്ടാണ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റൂട്ടുണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ സിനിമകൾ അൺലൈക്ക് വെസ്റ്റേൺ മൂവീസ് നമ്മൾ ജോണർ സ്പെസിഫിക് ആയിട്ടല്ല കൂടുതൽ ഒരു ജോണൽ ഒരു സിനിമ അങ്ങനെയല്ലല്ലോ. ഇന്ത്യൻ സിനിമകൾ പലപ്പോഴും എടുത്തു കഴിഞ്ഞാൽ മിക്സ് ഓഫ് ജോണേഴ്സ് ആണ്, മ്യൂസിക്കൽസ് ആണ് പലപ്പോഴും. ശരിക്കും പറഞ്ഞാൽ വേൾഡ് സിനിമയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഈ സിംഗിങ് ആൻഡ് ഡാൻസിങ് ഒക്കെ സിനിമയിൽ വരുന്നത്. അപ്പൊ ഇത് സത്യം പറഞ്ഞ ഒരു മിക്സ് ഓഫ് ജോണറാണ്. സിനിമയിൽ എടുത്താൽ തന്നെ ഒരു മിക്സ് ഓഫ് ജോണറാണ്, റിലേറ്റബിൾ ആണ്, എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കി ഓഡിയൻസ് ആണ്. കേട്ടല്ലോ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിക്സപ്പ് ആയിട്ട് വരുന്ന ഒരു മൂവി തന്നെയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ. ആൻഡ് യെസ്, നമ്മൾ കൂടുതൽ റിവീൽ ചെയ്യാണ്ടിരിക്കുന്ന തന്നെ ആയിരിക്കും നല്ല. ആ ഒരു സസ്പെൻസ് ഫാക്ടർ നമ്മൾ ചുമ്മാ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലിപ്പോ ചേട്ടൻ ഇപ്പൊ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ വർക്കിംഗ് ഫോർമാറ്റ് ഉണ്ടാവും. ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു വർക്ക്ഷോപ്പ് നടത്തും,
ചില ഡയറക്ടേഴ്സ് സ്പോട്ട് ഓൺ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് സ്പോട്ടിൽ ചെയ്യിക്കുന്ന ആളുകൾ ഉണ്ടാവാം, ഇംപ്രൂവൈസേഷൻ, അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. സോ ഇൻ വിച്ച് കാറ്റഗറി ഡു യു ബിലോങ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ ഒരു ഓർഗാനിക് ആർട്ട് ഫോമാണ്. ഓക്കെ. സിനിമ ഇപ്പം ഒരു ഒരു തിരക്കഥയിൽ നിന്ന് സിനിമ വളരെയധികം ഇവോൾവ് ചെയ്യും, എവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് സിനിമയ്ക്ക്. അത് ഷൂട്ടിംഗ് സ്റ്റേജിൽ ഇവോൾവ് ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ടേബിൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൽ ഓഡിയൻസിനെത്തുന്ന ഒരു പ്രോജക്റ്റ് ഒരു കലാരൂപമായിട്ടത് മാറുമ്പോഴേക്കും അതിനൊരു എവല്യൂഷൻ സംഭവിക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ ആർട്ടിസ്റ്റിനെ എടുക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകൾ ആരും ഒരു ബാഗേജുമായിട്ടല്ല വരുന്നത്. ആർട്ടിസ്റ്റുകൾ വളരെ ഫ്രഷ് മൈൻഡോടുകൂടിയാണ് വരിക. അപ്പൊ അവര് പ്രയറായിട്ട് തിരക്കഥ വായിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. റീഡിംഗ് സെഷൻ നമ്മൾ വെക്കാറുണ്ട്. തിരക്കഥ കംപ്ലീറ്റ് വായിച്ച് കഥാസന്ദർഭങ്ങളും കഥാപാത്രവും ഉൾക്കൊണ്ട ശേഷം മാത്രം ഷൂട്ടിലേക്ക് വരിക എന്ന് കരുതി ഇവരെ ഇംപ്രൂവൈസ് ചെയ്യാൻ വിടാറില്ല എന്നല്ല. ആർട്ടിസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ചില ഫ്ലേവറുകൾ ഇടാൻ പറ്റും സിനിമയിലേക്ക്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതിൽ എന്ത് വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഞാൻ ആസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് നേരത്തെ പറഞ്ഞത് ഉണ്ടാവും. പക്ഷേ ദേ ഷുഡ് ബി അലൗഡ് ടു, അവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ അലോ ചെയ്യാന്നൊരു സംഭവമുണ്ട്. ഇവർ ടെക്നീഷ്യന്റെ കാര്യമായാലും ഒരു സിനിമാറ്റോഗ്രാഫർ ആയാലും എഡിറ്റർ ആയാലും അവരുടെ ഇൻപുട്സ് തരുമ്പോൾ ദേ ആർ ഓൺ കോ ആർട്ടിസ്റ്റ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റുകളാണ് അവർ, വെറുതെ ഓപ്പറേറ്റേഴ്സ് അല്ല. സിനിമ കുറെ ഓപ്പറേറ്റേഴ്സിനെ മാത്രം വെച്ച് നടക്കുന്ന, അവർക്കും ഫ്രീഡം വേണം. അപ്പൊ ആ ഒരു ഫ്രീഡം, ആ ഒരു വിശ്വാസം, ആ സിനിമ നന്നാക്കി എടുക്കണം എന്നുള്ള ആ ത്വരാന്നൊക്കെ പറയില്ലേ, അതുണ്ടായാൽ മാത്രമേ ഒരു ഫൈനൽ സിനിമ ഒരു ടീം സ്പിരിറ്റ് വേണം എന്നുള്ളത്. ഇപ്പൊ ആർട്ടിസ്റ്റുകളുടെ അടുത്തായാലും ടെക്നീഷ്യൻസിന്റെ അടുത്തായാലും ഞാൻ വളരെ ഓപ്പൺ ആണ് റിസീവ് ചെയ്യാനായിട്ട്. പിന്നെ അത് എന്ത് വേണം എന്ത് വേണ്ട, അല്ലെങ്കിൽ ഇത് ഇത്രയും മതി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ആസ് എ ക്യാപ്റ്റൻ എന്ന് പറയുന്ന രീതിയിൽ എന്റെ ഒരു റോള്. സോ ലൈക്ക് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ചേട്ടൻ ഇപ്പൊ വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ആർട്ടിസ്റ്റിന്റെ എന്തായാലും പ്രീവിയസ് മൂവീസോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ചേട്ടന് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടോ? സോ ഇവരിപ്പോ ഒരു പ്രീവിയസ് മൂവിയിൽ കാണിച്ച അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡുള്ള ഒരു ആക്ട് ആണ് ചേട്ടന്റെ മൂവിയിൽ അവര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡൾജ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡു യു എന്റർടൈൻ ഇറ്റ്, അല്ലെങ്കിൽ ചേട്ടൻ അത് വേണ്ട, അല്ലെങ്കിൽ ഒരു പുതിയ സാധനം വേണം എന്നുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടേസ്റ്റ് ഉണ്ടോ ചേട്ടന്? നല്ല ആർട്ടിസ്റ്റുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. നല്ല ആർട്ടിസ്റ്റുകൾ എപ്പോഴും അവരുടെ കഥാപാത്രങ്ങളെ യൂണീക്ക് ആക്കും. ഓക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഓർഗാനിക് ആയിട്ട് വരേണ്ടതാണ്. ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും വരില്ല, കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് ഓരോ ആർട്ടിസ്റ്റുകൾക്കും അറിയാം അവരെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത്. അവരുടെ ഉള്ളിൽ ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതെങ്ങനെ റെൻഡർ ചെയ്യണം, ആ കഥാപാത്രത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊരു മുൻധാരണ അവർക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ തിരക്കഥ പ്രയറായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആർട്ടിസ്റ്റുകൾക്ക് റീഡിംഗ് സെഷൻ വെക്കാറുണ്ട്, പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. പ്രാക്ടീസ് സെഷൻസ് ചില സിനിമകൾക്ക് ചെയ്യാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, കാരണം ഇവർ ഓൾറെഡി സിനിമകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവർ വ്യക്തമായിട്ട് അറിയാം. ഇന്ദ്രനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനത് കഥാപാത്രത്തെ വളരെ യുണീക്ക് ആക്കാൻ അറിയാം. ചെയ്ത കഥാപാത്രത്തെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഇപ്പം ഞാനിവർ ഓരോരുത്തരെയും, ഞാൻ 4 പേരുടെ കാര്യം പറയും. ഇന്ദ്രേട്ടനും ശ്രുതിയും വിൻസിയും സർജാനും 4 പേരും വളരെയധികം കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിനിമയുടെ ഒരു അകത്തൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷിൻഡോയും ഷെറിനെയും റോണിയും മീനാക്ഷിയും മാത്രമേ കാണുള്ളൂ. ഇവര് ഇന്ന ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തതെന്നൊക്കെ നിങ്ങൾ മറക്കും. സെയിം വേ ഞാൻ മിന്നൽ മുരളിയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈവൻ ദ വേ ഹി റെൻഡേർഡ് ക്യാരക്ടർ വളരെ യൂണീക്കാണ്. ആക്ച്വലി അത് എന്റെ മിസ്സാണ്, അത് മേജർ പോയിന്റ് ആണ് ഈ മിന്നൽ മുരളി ഫെയിം വസിഷ്ഠി മൂവിയിലുള്ളതെന്ന് പറയുന്നത് തന്നെ. ആൻഡ് അഗെയിൻ നമ്മൾ ടീസർ കാണുമ്പോഴും ഒരു മിന്നൽ മുരളി ഷെയ്ഡും കൊടുക്കാൻ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷെ ഇതിൽ ഒരു എലിമെന്റ് ഉണ്ട്. അത് എന്തായാലും സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇന്ദ്രേട്ടനും വസിഷ്ഠുമാണ് കൂടുതൽ സമയം ഒരുമിച്ച് അവരുടെ വരുന്നത്. അതൊരു ആ ഏരിയയിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട്. അതും സസ്പെൻസ് ആണ്. അതെ, നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇത് എൻറ്റയർലി നമ്മള് സിനിമ ഇറങ്ങിയ ശേഷമുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ അതെ കൂടുതൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ആൻഡ് ലൈക്ക് ഞാനിപ്പോ ഈ മൂവിയുടെ പറ്റി ഞാൻ നോക്കി, എല്ലാം നോക്കി, ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് കിട്ടിയില്ല. എന്നാ ഇത് റിലീസ് ആവുന്നത്?
ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഓക്കെ പക്ഷെ ഉടനെ ഉണ്ടാകും. ഓക്കെ ലൈക്ക് വെരി സൂൺ നമുക്ക് 2023 തന്നെ പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ടും. കാരണം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം അത് ഡിസിഷൻ എടുത്തിട്ട് പറയേണ്ടത് അവരാണ്. ഓക്കെ എന്തായാലും സിനിമ റെഡിയാണ്. സിനിമ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഓക്കെ ഈ ആഴ്ച കൊണ്ട് സെൻസറിങ് നടക്കുകയായിരിക്കും. സോ ദ ഫിലിം ഇസ് റെഡി. ഓ ദ പ്രോഡക്റ്റ് ഇസ് റെഡി. ഇനി അത് കൺസ്യൂമേഴ്സിന് കിട്ടിയാൽ മാത്രം മതി. ആസ്വാദകർക്ക് അതെ ആസ്വാദകർക്ക് ആസ്വാദകർക്ക് ഈ ഒരു ഒരു ആർട്ട് ഫോം. ആർട്ടിസ്റ്റ് റെഡി.